എങ്ങനെയുണ്ട് ബറോസിന്റെ? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാൻ നേരത്തെ വീഡിയോയ്ക്കകത്തും പറഞ്ഞായിരുന്നു, ട്രെയിലർ കണ്ടിട്ട് ആരും പടം വിലയിരുത്തരുത്. കാരണം ട്രെയിലർ അല്ല സിനിമ എന്ന് പറയുന്നത്, അത് 3D ആണ്. അത് ആ ഒരു വിഷ്വലി കാണുമ്പോഴേ നമുക്കതിൻ്റെ എഫക്റ്റ് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആർട്ട് ഡയറക്ടർ ചെയ്തേക്കുന്ന സാറിനെ എനിക്ക് പരിചയമുള്ള സന്തോഷ് രാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറാണ്. അപ്പം അവരെ നാഷണൽ അവാർഡ് മേടിച്ച ആളാണ്. അദ്ദേഹം ചെയ്തേക്കുന്ന ആർട്ട് വർക്കൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ വിഷ്വൽ ഹോളിവുഡ് മൂവി പോലെ. എനിക്ക് ഹാരി പോട്ടറിൻ്റെയൊക്കെ പടങ്ങൾ കണ്ടിട്ടില്ലേ, അതായത് ഫാൻറ്റസി മൂവി, ഇതും ഫാൻറ്റസി മൂവിയാണ്. ഇംഗ്ലീഷ് ഹോളിവുഡ് ഫാൻറ്റസി മൂവി പോലെ തന്നെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ചിലരൊക്കെ ട്രോളുന്നുണ്ട് ഇങ്ങനെയാണ് സംബന്ധം. കാരണം ചില കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, മതം നോക്കുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ അത് ഫാൻസ് ലെവൽ നോക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ കൂട്ടമായിട്ട് ഇങ്ങനെ ആക്രമിക്കുന്നത്. മനസ്സിലായോ? അത് ഭയങ്കര തെറ്റാണ്. അതൊക്കെ മാറ്റണം. നമ്മളെ ഉള്ളിലെ ഒരു ചെറിയൊരു മതവും രാഷ്ട്രീയം എന്നൊരു വിഷം കിടപ്പുണ്ട്. അത് മാറ്റിയിട്ട് ഒരു കലയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉഗ്രം പടമായിരിക്കും ഇത്. അതിലൊരു സംശയമില്ല. ബറോസ് എന്താ പറയുക, ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ്. നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് നന്നായിട്ട് സംവിധാനം ചെയ്യാനും പറ്റും. അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പടം തന്നെ ഒരു 3D ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ലാലേട്ടൻ്റെ കഴിവുണ്ട്. പാട്ടിൽ, ഡാൻസിൽ, അഭിനയത്തിൽ, കുക്കിങ്ങിൽ, എല്ലാ പരിപാടിയിലും അദ്ദേഹം എല്ലാത്തിലും അതാണ് എല്ലാത്തിലും ആക്റ്റീവാ. ഒരു മടിയില്ല. എല്ലാത്തിനും മുമ്പോട്ട് ഇങ്ങനെ, അതെ, അടിപൊളി പെർഫോമർ, എല്ലാത്തിനും മുൻപന്തി നിൽക്കുക. അത് നമുക്ക് സന്തോഷം. ഇപ്പം സംവിധാനം കൂടെ ലാലേട്ടൻ ചെയ്തപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട് നമുക്കത്. കാരണം ഞാനും ആറാട്ടനും ആ പടം ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നല്ല മേക്കിംഗ് ആണ്. ഇംഗ്ലീഷ് മൂവി പോലാനുണ്ട്. ആരെന്ത് പറഞ്ഞാലും അതൊരു കഷ്ടപ്പാട് തന്നെ. എല്ലാ ജോലികൾക്കും എല്ലാ കഷ്ടപ്പാടുണ്ട്. അതേപോലെ സിനിമയ്ക്ക് കഷ്ടപ്പാടുണ്ട്. നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വരും. നല്ല സിനിമയായിരിക്കും. ഈ ട്രെയിലറും ഇതൊന്നും കണ്ടല്ല വിലയിരുത്തേണ്ട. പടം തിയേറ്ററിൽ വന്ന് എല്ലാവരും കാണും. അടിപൊളിയായിരിക്കും. പിള്ളേരെ പടമാണെന്ന് പറയുന്നത്, പിള്ളേരെ പടം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. മൈഡിയർ കുട്ടിച്ചാത്തനാണെങ്കിലും നമ്മൾ വളരും തോറും നമ്മളെ മനസ്സ് കുട്ടിത്വം ആകുകയാണ്. അപ്പോൾ ഇതൊരു ഫാൻറ്റസിയാണ്. അപ്പം സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന ഇതാണ്. അതായത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ എങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. പിന്നെ അത് സ്റ്റോറി ബേസിലാണ് പറയുമെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് നിധി കാക്കുന്ന ഭൂതം എന്ന് പറഞ്ഞാൽ അറിയാം, അതൊരു ഫെയറി ടെയിലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഹോളിവുഡ് ഫിലിംസ് എല്ലാം കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ജോണറിലുള്ള പടങ്ങൾ ഹോളിവുഡ് ഫിലിംസ് കണ്ടിട്ടുണ്ട്. അപ്പം ആ പടത്തിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് അതിൻ്റെ ട്രെയിലറിൽ നിന്നൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവും. എന്തായാലും ഒന്നാമത് മോഹൻലാൽ എന്ന നടനെയും മോഹൻലാൽ എന്ന സംവിധായകനെയും ഒന്നിച്ച് കാണാനുള്ളൊരു അവസരം നമുക്കിതിലൂടെ ഉണ്ടാകുകയാണ്.